ഒരു കാലത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ കരുത്തനായിരുന്ന നേതാവ്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPI നേതാവ്, വിഭാഗീയതയുടെ പേരിൽ സാക്ഷാൽ KE ഇസ്മായിലിനെതിരെ തന്നെ സംഘടനാ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ CPI. ഇതോടെ CPIയിൽ ഇസ്മായിൽ പക്ഷത്തെ പൂർണ്ണമായും അരിഞ്ഞു തള്ളാൻ ശക്തമായ നീക്കങ്ങൾ നടക്കുകയാണ്. പാലക്കാട്ടെ സമാന്തര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിലിൽ പ്രത്യേക ക്ഷണിതാവായ KE ഇസ്മായിലിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ശനിയാഴ്ച നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരുന്നു. നടപടിക്ക് തീരുമാനമായാൽ ഇസ്മായിലിന് പാർട്ടി അംഗത്വം നഷ്ടമായേക്കും. ഒരു കാലത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ കരുത്തനായിരുന്ന KE ഇസ്മായിൽ പട്ടാമ്പിൽ നിന്നുള്ള MLAയും റവന്യൂ മന്ത്രിയുമായിരുന്നു. ഇസ്മായിലിനെതിരെ നടപടിയെടുത്ത് പുറത്തു നിർത്തിയിട്ട് പകരം CPMലെ അസംതൃപ്തരായവരെ പാർട്ടിയിലേക്ക് എത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. സമാന്തര പ്രവർത്തനം നടത്തിയതിന് പേരിൽ KE ഇസ്മായിലിനെതിരെ CPI അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുമ്പോൾ അതേസമയം അതിനെ പ്രതിരോധിക്കാൻ വിമതപക്ഷം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. CPMൽ കാനം പക്ഷത്തിന് ഇപ്പോഴും മുൻതൂക്കമുണ്ടെന്ന് കാട്ടാൻ കൂടിയാണ് ഇസ്മായിലിനെ പുറത്താക്കാൻ ഔദ്യോഗിക പക്ഷം തയ്യാറെടുക്കുന്നത്. പാലക്കാട്ടെ സേവ് CPI ഫോറത്തിന് മുൻകൈയെടുത്തു എന്ന വിവാദത്തിൽ ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ തീരുമാനം. സംസ്ഥാന നേതൃത്വ സമിതികൾക്ക് സമാന്തരമായി സേവ് CPI ഫോറം പ്രവർത്തിക്കുന്നുവെന്നാണ് പാർട്ടിയിൽ ഉയർന്നിട്ടുള്ള പരാതി. ഇക്കാര്യം എക്സിക്യൂട്ടീവിൽ ചർച്ചയായതിനെ തുടർന്നാണ് നോട്ടീസ് നൽകാനുള്ള തീരുമാനം. എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വത്തിന് പിന്തുണയുണ്ട്. ഇതാണ് തീരുമാനത്തിൽ നിർണായകമായത്. CPIയിലെ വിമത സ്വരങ്ങളെ എത്രയും വേഗം വെട്ടിയൊതുക്കാനാണ് നീക്കം. അടുത്ത സമ്മേളനത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്ന ഇസ്മായിൽ പക്ഷത്തിന് പുതിയ നീക്കം വലിയ വെല്ലുവിളിയാണ്. പാലക്കാട് കേന്ദ്രീകരിച്ച് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നതായും മറ്റു ജില്ലകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും വിലയിരുത്തിയാണ് അച്ചടക്ക നടപടിക്കുള്ള നീക്കം. ഇസ്മായിൽ പാർട്ടി വിരുദ്ധ സമാന്തര പ്രവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് CPI നേതൃത്വത്തിന് നൽകിയ കത്തിന്മേൽ നടന്ന ചർച്ചയിൽ കൊല്ലത്തും ചില വിഭാഗീയ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നതായി KR ചന്ദ്രമോഹൻ ആരോപിച്ചിരുന്നു. പാർട്ടി തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുക പോലും ചെയ്യാതെ NE ബാലറാമിന്റെ ഭാര്യയായ ഇസ്മായിലും CN ചന്ദ്രനും ചേർന്ന് വീട്ടിൽ പോയി ആദരിച്ചത് നിഷ്കളങ്കമല്ല എന്ന് P സന്തോഷ് കുമാർ പറഞ്ഞു. സമാന്തര പ്രവർത്തനം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇസ്മായിലിന്റെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യോഗം വിലയിരുത്തിയാണ് വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. ഇസ്മായിലിനെ പ്രകോപിപ്പിക്കാൻ മാത്രമേ ഇത് കാരണമാകൂവെന്നും ആലോചിച്ച് ചെയ്യണമെന്നുമുള്ള K പ്രകാശ് ബാബുവിന്റെയും E ചന്ദ്രശേഖരന്റെയും വിയോജിപ്പ് യോഗം അംഗീകരിച്ചില്ല. കടുത്ത നടപടികൾ എടുക്കുമെന്ന സന്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. CPM ഈ അവസരം പരമാവധി രാഷ്ട്രീയവും സംഘടനാപരവുമായി ഉപയോഗപ്പെടുത്താനാണ്. CPMലെ അസംതൃപ്തി വിഭാഗങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്താനും സാധ്യമായവരെ പാർട്ടിയിൽ എത്തിക്കാനുമാണ് ധാരണ. വിമതപക്ഷത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടാണ് മുതിർന്ന നേതാവായ ഇസ്മായിൽ സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പലവരും രംഗത്തെത്തിയിരുന്നു. സമാന്തര പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. സമാന്തര പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതും തെറ്റാണ്. അത് ഇസ്മായിലിനും അറിയാമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. സേവ് CPI ഫോറത്തെ പിന്തുണച്ചുള്ള K ഇസ്മായിലിന്റെ പരാമർശത്തിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാലക്കാട് CPIയിൽ വിഭാഗീയത രൂക്ഷമായത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തടി രക്ഷപ്പെടാൻ കുറ്റം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്ന K ഇസ്മായിലിന്റെ പരാമർശം ചർച്ചയായി മാറിയിരുന്നു. മന്ത്രിമാരെല്ലാം പരിശുദ്ധന്മാരും 100% പരിപൂർണരുമാണെന്ന് തനിക്ക് അഭിപ്രായമില്ല എന്നും KE ഇസ്മായിൽ അന്ന് പറഞ്ഞിരുന്നു. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തിയില്ല എങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ KE ഇസ്മായിൽ രംഗത്തെത്തിയതും വിവാദമായി. സർക്കാർ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നും പ്രതീതി ഉണ്ടാക്കി. എന്നാൽ ആരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല. സർക്കാർ ഇരകളുടെ കൂടെ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ജില്ലാ കൗൺസിലിൽ ഉയർന്ന വികാരം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചാൽ KE ഇസ്മായിലിനെതിരെ നടപടി വന്നേക്കും.